ഇപ്പൊ നമുക്ക് ഗമ്മുകൾ ആളുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചോദിച്ചു വരുമ്പോൾ ആളുകൾ വില കുറഞ്ഞ ഗമ്മ് മതി എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രവണത ഉണ്ട്. സത്യത്തിൽ ഈ വില കുറഞ്ഞ ഗമ്മ് കൊടുക്കുന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ടൈല് ഇപ്പം സ്ലാബുകളുണ്ട്, എക്സ്റ്റീരിയർ ഉണ്ട്, ഇന്റീരിയർ ഉണ്ട്, ചെറിയ ടൈലുണ്ട്, വലിയ ടൈലുണ്ട്. ഈ ഗമ്മില് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്, ഡിഫറെന്റ് ഗ്രേഡ്. അത് ഓരോരോ ഗ്രേഡും ഓരോരോ സ്ഥലത്ത് ഉപയോഗിക്കാനുള്ളതാണ്. വെയിലും മഴയും കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ വേറെ ഗ്രേഡ്, ഹൈ ഗ്രേഡ്. പിന്നെ വലിയ സ്ലാബിനുള്ള ഗ്രേഡ് വേറെ, ചെറിയ സ്ലാബ് 2-4 ഉള്ള ഗ്രേഡ് വേറെ. ഇപ്പൊ 2-4 ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എടുത്തിട്ട് പല സ്ഥലത്തും ഇത് 6-4 ഉപയോഗിക്കാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഒരു പക്ഷേ അത് ഉപയോഗിച്ചാൽ പ്രത്യക്ഷത്തിൽ പെട്ടെന്നൊന്നും സംഭവിക്കൂല, പക്ഷെ അതിന് സ്ട്രെങ്ത് കുറവാണ്. ഇത് മറ്റതിന് 50 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ ഇതിന്റെ പകുതി ആയുസ് അല്ലെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ സാധനം അടർന്ന് വീഴാൻ തുടങ്ങും. ഇത് ശരിക്കും ആളുകൾക്ക് അറിയില്ല. അപ്പൊ അവര് വില കുറച്ച് ഈ സാധനം 4-2 ഉപയോഗിക്കാൻ പറ്റിയ സാധനം 6-4 ഉപയോഗിക്കാം, 8-4 ഉപയോഗിക്കാന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. പക്ഷെ അപ്പൊ അടർന്ന് വീഴൂല. അപ്പൊ ആളുകൾക്ക് വില കുറഞ്ഞ സാധനം കിട്ടി, വില കുറവാണെന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഗ്രേഡ് എന്താണ്, ഇതിന്റെ ക്വാളിറ്റി എന്താണ്, ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ ശരിക്കും കസ്റ്റമേഴ്സിന് അറിയില്ല. അത് വലിയൊരു വിഷയമാണ് ശരിക്കും. അപ്പൊ ഗ്രേഡ് നോക്കിയിട്ട് ഏരിയകളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഗമ്മുകൾ കൊടുക്കൽ നിർബന്ധമാണ്. അതെ, കമ്പനി എന്താണ് പറയുന്നത് ആ ഒരു ഗ്രേഡ് പ്രൊഡക്റ്റ് കൊണ്ട് ഏത് സൈസാണ് കമ്പനി ഉപയോഗിക്കാം, ഗ്യാരണ്ടി പറയുന്നത് അത് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. എന്തെങ്കിലും അതിന് അതിൻ്റെതായ ലൈഫ് കിട്ടും.